അനാമിക ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. പക്ഷെ ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് അവൾ വീട്ടിൽ പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി അവളുടെ കാലിലെ എല്ലുകൾ പൊട്ടിപ്പോയി. ഡോക്ടർ പറഞ്ഞു, നോക്ക്, ഞങ്ങൾ ഇവരുടെ എല്ലുകളെ ഒന്നിപ്പിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ക്ഷമിക്കണം, ഇവർക്ക് ഈ വടിയില്ലാതെ നടക്കാൻ പറ്റില്ല. അനാമികയുടെ അമ്മ കേത്കി ഈ കാര്യം കേട്ടതോടെ ആകപ്പാടെ നെഞ്ചുപൊട്ടി കരഞ്ഞു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ മകൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ദൈവമേ ഇത്രയും വലിയ കഷ്ടത കൊടുത്തത്? അമ്മ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ അവസാനം അമ്മയ്ക്ക് വയ്യാണ്ടായി പോകും. കരഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരുമെങ്കിൽ ഞാൻ അമ്മോട് കരയാനല്ലേ പറയൂ. ബാ, നമുക്ക് പോകാം. അങ്ങനെ അനാമികയും അമ്മയും വീട്ടിലേക്ക് പോകും. അനാമികയുടെ അച്ഛൻ മരിച്ചിട്ട് കുറെ നാളായി. അച്ഛൻ പോയതിനു ശേഷം അവർ രണ്ടുപേരും മാത്രമായി ആ വീട്ടിൽ. ഒരു ദിവസം പൂജാരി വന്ന് പറയും, അല്ലയോ സഹോദരി, അനാമികയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു ബന്ധം കിട്ടാൻ വളരെ കഷ്ടപ്പാടാണ് കാണുന്നത്. എന്നിട്ടും ഒരു ബന്ധം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ. ആ തിരുമേനി, അവൾക്കൊരു ജീവിതം അത് വേണമല്ലോ. ആരുടെയാന്ന് പറയൂ തിരുമേനി. ചെറുക്കൻ വളരെ നല്ല സ്വഭാവമാണ്. പിന്നെ നല്ലൊരു ജോലിയും നല്ലൊരു കുടുംബവുമുണ്ട്. പക്ഷേ പ്രശ്നമെന്തെന്നാൽ അവനൊരു കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ചതാണ്. അവനൊരു കുഞ്ഞും കൂടി ഉണ്ട്. കേത്കി ഇത് കേട്ടൊന്ന് മിണ്ടാതെയായി. അനാമികയും ഇതെല്ലാം കേൾക്കുമായിരുന്നു. അതിനെന്താ അമ്മ, ഒരു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ അത്ര പ്രശ്നാ? എനിക്കാണിങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ അമ്മ എന്റെ കല്യാണം വീണ്ടും നടത്തൂലായിരുന്നോ? നിങ്ങൾ മകളെ വളരെ നല്ല രീതിക്ക് തന്നെയാണല്ലോ വളർത്തിയിരിക്കുന്നത്. ശരി അനാമിക മോളെ, മോൾക്ക് ഈ ബന്ധത്തിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുക്കൻ്റെ പാർട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. പൂജാരി ഇത് പറഞ്ഞ് അവിടുന്ന് സന്തോഷത്തോടെ നടന്നങ്ങ് പോകും. അതിനുശേഷം അദ്ദേഹം ചെക്കന്റെ വീട്ടിൽ പോയി അനാമികയുടെ കാര്യം പറയും. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കും. അനാമികയുടെ മെഹന്തിയായി. അപ്പൊ ചിറ്റ പറയും, എന്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്ന ഈ വീട്ടിൽ കഷ്ടകാലമല്ലാണ്ട് ഒന്നും വന്നില്ല. അനാമികയുടെ കാലൊടിഞ്ഞു പോയില്ലേ, ഇപ്പൊ ഇവളുടെ കല്യാണം, അത് രണ്ടാം കെട്ടുകാരനും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനാമികയുടെ മുമ്പിൽ വെച്ചാണ് കുടുംബക്കാരിതെല്ലാം പറയുന്നത്. അനാമികയ്ക്ക് നല്ല വിഷമമായി. അനാമിക കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തി. അനാമിക ഭർത്താവിന്റെ വീട്ടിൽ വന്ന് കേറാൻ പോയപ്പോ കലശം തട്ടിക്കളയാനായിട്ട് കാല് പൊക്കാൻ നോക്കിയപ്പോ അയൽപക്കക്കാര് കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞു. ശ്രദ്ധിച്ചു മോളെ, അല്ലെങ്കിലേ നിനക്ക് സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇക്കാര്യം കേട്ട് അനാമികയുടെ അമ്മായിയമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവരോട് പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചിയെ, എന്റെ വീട്ടിലെ ലക്ഷ്മിയാണ് വന്നു കയറിയത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാശമാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആദ്യം നിങ്ങളുടെ കുടുംബത്തിന്റെ നാശം കണ്ടിട്ടേ ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റൂ. അനാമിക ഈ കാര്യം കേട്ടു. അവളുടെ അമ്മായിയമ്മ അവൾക്ക് വേണ്ടി പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷമായി. അടുത്ത ദിവസം അനാമിക ഉറക്ക എണീറ്റ് വന്നപ്പോൾ ശുഭം അവളോട് പറഞ്ഞു, അനാമിക, എനിക്ക് സഹോദരികളാരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും. നീ അതൊക്കെ എല്ലാം ഒന്ന് എടുത്ത് എല്ലാവർക്കും ചൂടാക്കി കൊടുക്കണം. അനാമികയ്ക്ക് ഈ കാര്യം കേട്ട് വിഷമമായി അവൾ പറയും, ക്ഷമിക്കണം ശുഭം, ഞാൻ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നേ. ശുഭന്റെ കുഞ്ഞുമകനായ രാഹുൽ ഓടി വന്ന അമ്മയുടെ അടുത്ത് ചോക്ലേറ്റും കൊടുത്തിട്ട് പറയും, അമ്മ, ഞാൻ ഈ ചോക്ലേറ്റ് അമ്മക്ക് കൊണ്ടുവന്നതാ. ഇന്നലെ രാത്രി ഞാൻ ഇത് തരാനായിട്ട് വന്നപ്പോ അമ്മൂമ്മ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ കിടക്കണ്ടെന്ന്. ഞാൻ ഇന്ന് തൊട്ട് നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ. അനാമിക ചിരിച്ചുകൊണ്ട് കെട്ടിയവനെ നോക്കി രാഹുലിനോട് ചിരിച്ചോണ്ട് പറയും, നീ എന്റെ മകനല്ലേ, വേറൊരു സ്ഥലത്ത് പോയി കിടക്കണ എന്തിനാ? ഇന്ന് തൊട്ട് നീ എന്റെ കൂടെ കിടക്കണേ, ഞങ്ങൾ രണ്ടുപേരെ ഇടയ്ക്ക്, ഓക്കേ? ഈ പുതിയ അമ്മ പഴയമ്മ എന്താണ്? എന്നെ അമ്മാന്ന് വിളിച്ചാ മതി കേട്ടോ. ശുഭം ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അനാമിക സ്വപ്നം കണ്ടൊരു ജീവിതം തന്നെയായിരുന്നു. അതുകൊണ്ട് അവളും നല്ല സന്തുഷ്ടയായിരുന്നു. അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്കൊന്നു പോകും. അവിടെ അവളുടെ മാമി ചിറ്റമ്മയൊക്കെ അവളോട് സംസാരിക്കാനായി വരും. മോളെ, നിനക്ക് അവിടെ സന്തോഷമാണല്ലോ അല്ലേ? നിന്നെ വല്ല ബുദ്ധിമുട്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാം ഭാര്യയായിട്ടല്ലേ അവിടെ ചെന്നേ, കുത്തുവാക്കുകൾ ഒരുപാട് കേൾക്കേണ്ടി വരുമല്ലേ? അനാമിക ചിറ്റയോടും മാമിയോടും ഒക്കെ ആയിട്ട് ഒരു കാര്യം അങ്ങ് പറയും. ചിറ്റ, മാമി, എന്റെ വീട്ടിൽ ഞാൻ സന്തുഷ്ടയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളിപ്പോ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഞങ്ങളുടെ അച്ഛൻ പോയ സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയമില്ലായിരുന്നല്ലോ ഞങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാനായിട്ട്. അനാമികയുടെ ഉത്തരം കേട്ട് കുടുംബക്കാരും മിണ്ടാതെയായി. കേത്കി ചിരിച്ചു വിട്ടു.
അനാമികയ്ക്ക് നല്ലൊരു കുടുംബം കിട്ടി. അതുകൊണ്ടാണല്ലോ അവൾ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ 1 മാസം എങ്ങനെയൊക്കെയോ പോയി. ഒരു ദിവസം പാതിരാത്രിക്ക് ഒരു കോള് വരും. കേത്കിനെ ആശുപത്രി കൊണ്ടുപോയെന്ന്. ബ്ലഡ് ആവശ്യമുണ്ടെന്ന്. അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു. അനാമിക, ഞങ്ങൾക്ക് ബി പോസിറ്റീവ് രക്തം ആവശ്യമുണ്ട്. നിങ്ങളുടേത് AB പോസിറ്റീവ് ആണ്. അത് പറ്റത്തില്ല. അനാമിക ഈ കാര്യം കേട്ട് കരയാൻ തുടങ്ങും. അപ്പൊ അമ്മായിയമ്മയും ശുഭവും കൂടെ പറയും, നിനക്ക് വട്ടാണോ? എന്തിനാ കരയുന്നേ? നിന്റെ അമ്മ എൻ്റെ അമ്മയല്ലേ? ഞാനതിന് രക്തം കൊടുക്കാം. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ രക്തം ഊറ്റുന്നത് ഭാര്യ തന്നെയല്ലേ? കുറച്ച് രക്തം അമ്മായിയമ്മയെ ഊറ്റട്ടെ. ശുഭം ഇത് പറഞ്ഞപ്പോ കരഞ്ഞോണ്ടിരുന്ന അനാമിക ഒന്ന് ചിരിച്ചു. അനാമിക സന്തോഷത്തോടെ അവളുടെ കണ്ണുനീരൊപ്പി. അത് കഴിഞ്ഞ് ശുഭം അവന്റെ രക്തം കൊടുത്ത് അമ്മായിയമ്മയെ രക്ഷപ്പെടുത്തും. ആശുപത്രിയിലായിരുന്ന കേത്കിയെ കാണാൻ ശുഭവും അനാമികയും കൂടെ പോകും. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചേക്കാളും നല്ലൊരു കുടുംബം അവൾക്ക് കിട്ടിയല്ലോ. അമ്മ, ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അനാമിക എൻ്റെ എല്ലാ കുറവുകളും കണ്ട് എന്നെ സ്വീകരിച്ചാണല്ലോ. എനിക്ക് പിന്നെ അവളെ സ്വീകരിച്ചാൽ എന്താണ്? അനാമികയ്ക്ക് യാതൊരുവിധ കുറവുകളുമില്ല. അവൾ നല്ലൊരു ഭാര്യയുമാണ്, അതുപോലെ തന്നെ നല്ലൊരു അമ്മയുമാണ്. അമ്മമ്മ പെട്ടെന്ന് ഓക്കെ ആയി വാ. എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി ട്രിപ്പ് പോകണം. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ ഫസ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് ട്രിപ്പ് പോകാന്ന്. അതിനെന്താ മോനെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കറങ്ങാൻ പോവാം. രാഹുൽ ഈ കാര്യം കേട്ട് ചിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് കേത്കി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. അങ്ങനെ സ്വന്തം അമ്മായി അമ്മേനെ ശുഭം നിർബന്ധിച്ച് തന്റെ വീട്ടിലേക്ക് വരാനായിട്ട് നിർബന്ധിക്കും. അനാമികയ്ക്ക് ഈ കാര്യം കേട്ട് ഒരുപാട് സന്തോഷമായി. അനാമിക ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷവും സ്നേഹം നിറഞ്ഞ കുടുംബം കിട്ടി. ഇപ്രാവശ്യം എന്തായാലും ദില്ലി പോകണം രോഹന്റെ കല്യാണത്തിന്. എന്താ ആലോചിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ ദില്ലി പോകുന്നല്ലേ, കുറച്ച് കറങ്ങിയിട്ട് വന്നേക്കാം. കുറച്ചാൾ അമ്മയുടെ അവിടെ നിന്നിട്ട് വരാം. ആ അമ്മേ, ദില്ലി പോകാൻ എനിക്കും ഇഷ്ടമാണ്. ഇതില് ചിന്തിക്കാൻ എന്താ ഉള്ളേ മോളെ? എന്റെ ചേട്ടന്റെ വീടല്ലേ, കുറച്ചു ദിവസം നമുക്ക് സന്തോഷമായിട്ട് നിക്കാം അവിടെ. ഇവിടെ അമ്മയും കുടുംബവും ദില്ലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി ബന്ധുക്കളും ദില്ലിയിലുള്ള രോഹിത്തിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് എല്ലാവരും ദില്ലിയിലെത്തി. അങ്ങനെ രോഹന്റെ കല്യാണം കോമൾ എന്ന പെണ്ണിന്റെ കൂടെ നടന്നു. കോമളിന്റെ പേര് മാത്രമേ കോമളുള്ളൂ, പക്ഷെ അവൾ ഭയങ്കര സാധനായിരുന്നു, ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ. കല്യാണത്തിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഹണിമൂണിനും പോയി അവർ അതുപോലെ തിരിച്ചും വന്നു. പക്ഷെ കോമൾ വന്ന് നോക്കുമ്പോ അവളുടെ ബന്ധുക്കാരെല്ലാം പോയിട്ടേയില്ല, അവിടെ തന്നെയുണ്ട്. കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നോ? കശ്മീരിലൊക്കെ പോയി കറങ്ങി വന്നപ്പോ ആപ്പിള് പോലെയായി പെണ്ണ്. ശരി മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ എടുക്ക്. ശരി അമ്മേ, ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. മോളെ, ചായ ഉണ്ടാക്കുവാണോ? എന്നാ ഒരു ഗ്ലാസ് എനിക്കും ഉണ്ടാക്കിക്കൊണ്ടുവാ. പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളുടെ വായിലെന്താ, ഞങ്ങളും കുടിക്കും ചായ. അങ്ങനെ ഓരോരുത്തരായിട്ട് കോമളിനോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. കോമളിന്റെ അമ്മായിമ്മ ഒരു വലിയൊരു പാത്രം എടുത്തു കൊടുത്തു. ഇതാ മോളെ, ഇതില് ചായ ഉണ്ടാക്ക്. കോമൾ ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ അതിലെ ഇഞ്ചി, ഏലക്ക ഇതുപോലെ മസാലകളൊക്കെ ഇട്ട് നല്ല ചായ സ്വാദുള്ളതാക്കി ഉണ്ടാക്കി. അവിടെയുള്ള അതിഥികൾക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. ഓ, എന്ത് ടേസ്റ്റുള്ള ചായ മോളെ നീ ഉണ്ടാക്കിയ, വളരെ സ്വാദുണ്ട് ട്ടോ. അതെ അതെ, ചായ വളരെ നല്ലതായിരുന്നു. അതെ, ചായ ഇത്രയും സ്വാദോടുണ്ടാക്കുമ്പോ ഭക്ഷണം എങ്ങനെ ഉണ്ടാകും? പിന്നെ കോമൾ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അവളുടെ പിറകെ അവിടത്തെ അമ്മായിയും കൂടെ വന്നു. എന്തിനാ അമ്മായി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നല്ലോ. ഇല്ലില്ല, ഞാനേ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞ പോലെ എന്താ മോൾ ഉണ്ടാക്കുന്നേ? ഞാൻ വിചാരിച്ചു മലായി കോഫ്ത ഉണ്ടാക്കാന്ന്. എനിക്ക് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. മലായി കോഫ്ത എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഈ കാലാവസ്ഥയിൽ ചോളത്തിന്റെ റൊട്ടിയും കറിയും കഴിക്കാനാ ഇഷ്ടം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഓ, ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ ഈ കോഫ്ത തന്നെ കഴിക്കാം. ഇല്ല അമ്മായി, കോഫ്ത ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം. അമ്മയ്ക്ക് ഞാനിപ്പോ ഇത് ഉണ്ടാക്കിത്തരാം. ഇന്ന് ചോളത്തിന്റെ റൊട്ടിയും കറിയും ഞാൻ ഉണ്ടാക്കാം അമ്മേ. അമ്മായി അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അടുക്കളയിൽ നിന്ന് തിരിച്ചുപോയി. അപ്പൊ കുറച്ചു കഴിഞ്ഞ് അടുത്ത അമ്മായി അങ്ങോട്ട് വന്നു. മോളെ, മട്ടർ പനീറാണോ ഉണ്ടാക്കുന്നേ? ഇല്ല അമ്മേ, ചോളത്തിന്റെ റൊട്ടിയും കറിയും ഉണ്ടാക്കുന്നേ. എന്തു പറ്റി? അതൊന്നുമില്ല മോളെ, നിന്റെ അമ്മാവനെ ഇതൊന്നും ഇഷ്ടമല്ല. അമ്മാവന് മട്ടർ പനീറും നാനും കഴിക്കണമെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആണോ? കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങനെ അടുത്ത അമ്മായും തിരിച്ചുപോയി. പിന്നെ വന്നു ശീതൾ. എന്താ ചേച്ചി, നല്ല മണം വരുന്നുണ്ടല്ലോ, എന്താ ഉണ്ടാക്കുന്നേ?
ദൈവത്തിന് നന്ദി, ആരെങ്കിലും വന്നല്ലോ ഒന്ന് സഹായിക്കാൻ. ആ പിന്നെ വെളുത്തുള്ളി ചട്നിയും കൂടി ഉണ്ടാക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് അവരും പോയി. കോമളിന് മനസ്സിലായി അവൾക്ക് എന്താ പറയേണ്ടതെന്ന്. അങ്ങനെ എല്ലാവർക്കും അവൾ ഭക്ഷണം വിളമ്പി. അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോ എല്ലാവരും വേഗം തന്നെ ഭക്ഷണം കഴിച്ചു. അടിപൊളി. ഭക്ഷണം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഭക്ഷണമാണ് നീ ഉണ്ടാക്കിയത്. ഇത്രയും ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുകയാണ് കിടന്നുറങ്ങാൻ. ഞാൻ രാവിലെ മുതൽ ഇരുന്നിട്ടേ വയ്യ, ഞാൻ ഇനി കുറച്ച് കിടക്കട്ടെ. എന്റെ മകൻ ബണ്ടുവിന് ഉറക്കം വരുന്നുണ്ട്, ഞാൻ അവനെ ഉറക്കട്ടെ. അങ്ങനെ പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് എണീറ്റുപോയി. 3 മണിക്കൂറത്തെ എന്റെ അധ്വാനത്തിന് ശേഷം എനിക്ക് കിട്ടിയത് ഒരു റൊട്ടിയും. എല്ലാ ഭക്ഷണം ഇവരെല്ലാം ഒറ്റയ്ക്ക് തീർത്തു. ഇനി എനിക്ക് ഉണ്ടാക്കാനുള്ള ആരോഗ്യവും ഇല്ല. പിറ്റേ ദിവസം രാവിലെ അവൾ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ കണ്ടത് അവളുടെ അമ്മായി എന്തോ അടുക്കളയിൽ തിരയുന്നതാണ്. എന്തു പറ്റി അമ്മായി, എന്തെങ്കിലും വേണോ? കോമൾ മോളെ, ഇവിടെ കറുവപ്പട്ടയൊന്നും കിട്ടില്ലേ മോളെ? ഉണ്ടല്ലോ അമ്മായി, ഇതേണ്ട ആ കുപ്പിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. ഇല്ല ഇല്ല ഇല്ല, അത് എനിക്ക് വേണ്ട മോളെ. നീ ഒരു കാര്യം ചെയ്യ്, ചായ ഉണ്ടാക്കുമ്പോഴേ അതിൽ കുറച്ച് കറുവപ്പട്ട കൂടി ഇട്. അതുകൊണ്ട് ചായയുടെ സ്വാദ് 10 മടങ്ങാകും. ഇതു പറഞ്ഞ് അമ്മായി അവിടെ നിന്ന് മടങ്ങി. കോമൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചായയെല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോ പ്രഭാത ഭക്ഷണത്തിന്റെ സമയമായി. മരുമകളെ, ഇന്ന് രാത്രിത്തെ ഭക്ഷണത്തിന് ആലു പൊറോട്ട കഴിക്കണം എന്നൊരാഗ്രഹം തോന്നുന്നു. അയ്യോ, അതിലിപ്പോ എന്താ കുഴപ്പം? ഇഷ്ടമുള്ളത് കഴിക്കണം. മോൾ ഇപ്പൊ തന്നെ അത് ഉണ്ടാക്കിത്തരും അല്ലേ മോളെ? പക്ഷെ എനിക്ക് സാൻഡ്വിച്ച് കഴിക്കണമെന്നാ തോന്നുന്നേ. എന്നാ ശരി. അങ്ങനെ കോമൾ അടുക്കളയിൽ ചെന്ന് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഉരുളക്കിഴങ്ങ് കഴുകി വേവിക്കാൻ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ശീതള് വന്നു അങ്ങോട്ട്. ചേച്ചി, ഇന്ന് എന്താ ഉണ്ടാക്കുന്നേ? ആലുക്കി പറാഠ. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടവാ. അയ്യോ, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പറാട്ട കഴിക്കുമ്പോ അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. എന്റെ അമ്മയ്ക്ക് പടവലങ്ങ തോരനും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടത്. ചേച്ചി അതുണ്ടാക്ക്. കോമളിന് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായി. ഇങ്ങനെ ഓരോ അതിഥികളും വന്ന് അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് തിരിച്ചുപോയി. അങ്ങനെ കോമളിന് മനസ്സിനിഷ്ടമുള്ളതൊന്നും കഴിക്കാനും പറ്റാതായി. ആ വീട്ടിലുള്ളവരെല്ലാം കഴിച്ചുകൊണ്ടിരുന്നത് അവിടെ വന്ന അതിഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു. അടുക്കള മുഴുവനും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അവർ ഓരോ ദിവസവും അടുക്കളയിൽ വന്ന് അവർക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതെല്ലാം കൊണ്ട് കോമളിന് ഭയങ്കര സങ്കടമായി. അമ്മേ, ഞാൻ മടുത്തു അമ്മേ, ഇവിടെ വന്ന അതിഥികളെ സൽക്കരിച്ച് ഞാൻ മടുത്തു. മോളെ, ദൈവത്തിന് തുല്യമാണ് അതിഥികളെന്ന് പറഞ്ഞ നമ്മൾ അവരുടെ സേവ ചെയ്തേ പറ്റൂ. അതല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചത് മോളെ. അമ്മ, ഇവരുടെ സേവ ചെയ്ത് ഞാൻ മടുത്തു. ഇനി എനിക്ക് വയ്യ. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് എത്ര ദിവസമായിന്നറിയോ? എന്റെ കാര്യം വിട്. ഇവിടത്തെ അമ്മയ്ക്കും അച്ഛനും പോലും ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടത്തെ അടുക്കള മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലല്ലേ. പോരാത്തതിന് എല്ലാം അവർക്ക് കൈ കൊടുക്കുകയും വേണം. പക്ഷെ പറ്റില്ല, ഇനി വേണ്ട. ഇനി ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കാം കോമൾ ആരാന്ന്. അങ്ങനെ അന്ന് വൈകിട്ട് മുതൽ അതിഥികൾ പറയുന്നതൊന്നും അവൾ ചെവിക്കൊണ്ടില്ല. മോളെ, നീ വന്നോ അടുക്കളയിലേക്ക്? നിന്നെ കാണാനാ വന്നത്. വൈകിട്ട് 6 മണിയായി, ഇതേവരെ ചായയൊന്നും കിട്ടിയില്ല. ശരി ശരി, പെട്ടെന്ന് ചായ ഉണ്ടാക്ക്. കുറച്ചു കഴിഞ്ഞ് കോമൾ എല്ലാവർക്കും കാലിച്ചായയുമായി വന്നു. ഇതെന്താ മോളെ കാലിച്ചായ ഇട്ട് വന്നേ? അമ്മായി, ആരോഗ്യത്തിന് ഇതാ നല്ലത്. പിന്നെ എനിക്കും ഇതാ ഇഷ്ടം. പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് എന്റെ ഇഷ്ടത്തിനാവട്ടേന്ന് വെച്ചു. അടുത്തത് ഭക്ഷണത്തിന്റെ കാര്യമായി. കോമൾ അവൾക്ക് ഇഷ്ടപ്പെട്ട മലായി കോഫ്ത ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലെ ബാക്കിയുള്ള അതിഥികളും അടുക്കളയിലേക്ക് വന്നു. അയ്യയ്യോ, ഈ കോഫ്തൊക്കെ കഴിച്ച് എന്റെ വയറ് ചീത്തയാകും. എനിക്ക് മുള്ളങ്കിയുടെ ഇല കൊണ്ടുള്ള കറിയാ വേണ്ടത്. ആണോ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? മുള്ളങ്കിയുടെ ഇല പറിച്ചോണ്ട് വാ, എന്നിട്ട് കറി ഉണ്ടാക്കിക്കോ. ഈ വയസ്സായ ഞാനാണോ ഉണ്ടാക്കണ്ടേ? പറ്റില്ലെങ്കിൽ ശീതളിനോട് ഉണ്ടാക്കാൻ പറയേ. ഞാനോ? ഇല്ല, എനിക്ക് വേറെവരുടെ അടുക്കളയിൽ വന്നിട്ട് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. എത്ര ഉപ്പുമുളക് ഇടണമെന്ന്. എന്നാ കുഴപ്പമില്ല, മലായി കോഫ്ത കഴിക്കേ. കോമൾ അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിഥികൾക്ക് എന്താണോ കഴിക്കാൻ വേണ്ടത് അവരോട് സ്വയം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതിന്റെ അവസാനം എന്തായി? എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാനും തുടങ്ങി. അങ്ങനെ കോമളും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. Thanks for watching.